നാസ്തികത ഏതെങ്കിലും അർത്ഥത്തിൽ സ്വാധീനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയുള്ള ഭാഗമാണ് കൂടുതൽ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കേൾക്കേണ്ടത് എന്ന്, ഈ പരിപാടിയുടെ ബാക്കി ഭാഗമാണ് കൂടുതൽ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അത്തരമൊരു ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നാസ്തികർ അവര് മനുഷ്യരെ കാണുന്നത് എങ്ങനെയാണ്? വലിയ മാനവികതയുടെ ചിന്ത ഉയർത്തി അതിനുവേണ്ടി മുദ്രാവാക്യം വിളിച്ച് അതിനുവേണ്ടി സമ്മേളനം വിളിച്ച് നടക്കുന്ന ആളുകളുടെ ഉള്ളിലെ ഉള്ളുകള്ളികളുടെ ആ സ്വകാര്യതകളിലേക്കാണ് ഇപ്പോൾ അബ്ദുള്ള ബാസിലിന്റെ സംഭാഷണം വഴി നമ്മൾ കടന്നു വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരാണ് മനുഷ്യൻ എന്ന ഏറ്റവും സുപ്രധാനമായ ആ ഒരു ചോദ്യത്തിൻ്റെ അതിന് ഇസ്ലാമിനും അതുപോലെ തന്നെ ഖുർആനിനും നൽകാനുള്ള മറുപടിയുടെ ആ കാഴ്ചപ്പാടിൻ്റെ സൗന്ദര്യമാണ് നമ്മളിവിടെ കേട്ടത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻഹ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമുള്ള, അതായത് നമ്മളെല്ലാവരും ഒരു ഉപ്പയുടെയും ഒരു ഉമ്മയുടെയും മക്കളാണ് നമ്മൾ എന്ന ഏറ്റവും ഉന്നതമായ മനുഷ്യ സങ്കല്പമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യുന്ന ഖുർആൻ പഠിപ്പിക്കുന്ന മാനവികത, അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികത അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനുഷ്യൻ ആരാണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ് നമ്മളെങ്കിൽ ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിണാമ ശൃംഖലയിൽ യാദൃശ്ചികമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു ജീവവർഗം മാത്രമാണ് മനുഷ്യർ. പരിണാമം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിലിങ്ങനെ യാദൃശ്ചികമായി വന്ന ഒരു ജീവവർഗം മാത്രമാണ് മനുഷ്യർ. അതിൽ തന്നെ പരിണാമം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏത് ഘട്ടം തൊട്ടാണ് മനുഷ്യനാകുന്നത്? എപ്പോഴാണ് മനുഷ്യൻ എന്ന വിളിപ്പേരിന് അല്ലെങ്കിൽ മനുഷ്യൻ എന്ന അസ്തിത്വത്തെ എങ്ങനെയാണ് ഏത് ഘട്ടം തൊട്ടാണ് മനുഷ്യനായി ഇവർക്ക് വിശദീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഇവർക്ക് സാധിക്കൂല. ഇതിങ്ങനെ പരിണാമം ഇങ്ങനെ ശൃംഖല നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ശൃംഖലയിൽ ഏത് തൊട്ടാണ് മനുഷ്യനാകുന്നത് എന്ന് വിശദീകരിക്കാൻ ഇവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഈ ശൃംഖലയിലെ ആദ്യത്തെ ചില കണ്ണികൾ ഒരു കുരങ്ങനിൽ നിന്ന് മനുഷ്യനാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുപൂർവികനിൽ നിന്ന് മനുഷ്യനാകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ കണ്ണികൾ അവരെന്ത് ചെയ്യും? അവർക്ക് കഴിവ് കുറവാണ്, അവർക്ക് ബുദ്ധി കുറവാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആദ്യത്തെ കണ്ണികളെ ലെസ് ഹ്യൂമൺ ആയിക്കൊണ്ട്, ഒരൽപ്പം കുറഞ്ഞ മനുഷ്യരായിക്കൊണ്ട് കാണുന്ന മാനവിക സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഭൗതികവാദികൾക്കുള്ളത്. ഇതിന്റെ അടിസ്ഥാനം എവിടെയാണ്? സാക്ഷാൽ ചാൾസ് ഡാർവിൻ തന്നെ അദ്ദേഹത്തിന്റെ പരിണാമത്തിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് പ്രകൃതി നിർദ്ധാരണമാണ്. പ്രകൃതി നിർദ്ധാരണം എന്ന് പറഞ്ഞാൽ പ്രകൃതി സെലക്ട് ചെയ്യപ്പെടുന്ന ചില ക്വാളിറ്റികളുണ്ട്, അതാണ് സെലക്ട് ചെയ്യപ്പെടുക. അതല്ലാത്തത്, അതിനനുഗുണമല്ലാത്തത് അതെന്ത് ചെയ്യും? പ്രകൃതി തന്നെ ഒഴിവാക്കും, എലിമിനേറ്റ് ചെയ്യും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡിസെന്റ് ഓഫ് മാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ചാൾസ് ഡാർവിൻ പറയുന്നത്, ഇവിടെ മനുഷ്യർക്കിടയിൽ രോഗികളുണ്ട്, വൈകല്യങ്ങളുള്ളവരുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരെയെല്ലാം പ്രകൃതി ഒഴിവാക്കേണ്ടതായിരുന്നു, മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ മനുഷ്യന്മാരെന്ത് ചെയ്തു? ചികിത്സ കണ്ടുപിടിച്ചു, മനുഷ്യന്മാർ വാക്സിൻ കണ്ടുപിടിച്ചു. ഇങ്ങനെ പ്രകൃതി നിർദ്ധാരണത്തിന് തടസ്സം നിൽക്കുകയാണ് ആധുനിക മനുഷ്യൻ എന്ന് പറഞ്ഞു വെക്കുകയാണ് ചാൾസ് ഡാർവിൻ. ഇതിന്റെ കുട പിടിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഈ ചാൾസ് ഡാർവിന്റെ തന്നെ അമ്മാവന്റെ മകനായ ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന് പറയുന്ന വ്യക്തി ഇതിന് കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, നമുക്ക് നല്ലൊരു സമൂഹം വേണം, മനുഷ്യ സമൂഹത്തിന് നല്ലൊരു ഭാവി വേണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് ഇവിടെയുള്ള മോശം ഗുണങ്ങളുള്ള മനുഷ്യരെ അല്ലെങ്കിൽ അത്ര നല്ല ഗുണങ്ങളില്ലാത്ത മനുഷ്യരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ഇവിടുന്ന് ഈ സമൂഹത്തിൽ നിന്നില്ലായ്മ ചെയ്യണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ ഡാർവിനിസം എന്ന ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവരികയാണ് ഈ ഗാൾട്ടൺ എന്ന് പറയുന്ന വ്യക്തി. അത് വെറും ഒരു സിദ്ധാന്തമായി ഏതെങ്കിലും പുസ്തകത്തിലോ ഏതെങ്കിലും പേജിലോ ഒതുങ്ങുകയല്ല, മറിച്ച് അത് കൃത്യമായി പ്രായോഗികവൽക്കരിക്കപ്പെടുന്നതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അമേരിക്കയിൽ ഈ യൂജനിക്സ് എന്ന് പറയുന്നത് 1912 അത് ഒരു നിയമമായി തന്നെ പാസ്സാവുകയാണ്. അതിലെന്താ പറയുന്നത്? പരിണാമ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണികളായ അല്ലെങ്കിൽ കുരങ്ങനും മനുഷ്യർക്കുമിടയിലുള്ള ഇടംകണ്ണികളായ ഇവിടെയുള്ള കറുത്ത വർഗക്കാർ
അതുപോലെ തന്നെ ഇവിടെയുള്ള നീഗ്രോകൾ, അതുപോലെ തന്നെ ആഫ്രിക്കൻ വംശജർ, അവരെന്താണ്? അവർക്ക് ബുദ്ധി കുറവാണ്, അവർക്ക് IQ കുറവാണ്, അവർക്ക് ചിന്താശേഷി കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരെ ഇല്ലായ്മ ചെയ്യണം. അതിനുവേണ്ടി ഈ യൂജനിക്സ് ലോ 12 പാസ്സായതിനു ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഇവർക്കെതിരെയുള്ള, കറുത്ത വർഗക്കാർക്കെതിരെയുള്ള കൃത്യമായ വംശീയതയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നതാണ്. അതിൻ്റെ കുടപിടിച്ചുകൊണ്ട് ലഭിച്ച കണക്കുകൾ പ്രകാരം തന്നെ 60,000-ലധികം കറുത്ത വർഗക്കാരെ വന്ധ്യംകരണം ചെയ്യുകയാണ്. അവരുടെ ലൈംഗിക ശേഷി ഇല്ലായ്മ ചെയ്യാൻ അമേരിക്കയിൽ നടന്ന സംഭവമാണിത്. ഈ കപടശാസ്ത്രത്തെ കുടപിടിച്ചുകൊണ്ട് അമേരിക്കയിൽ നടന്ന 60,000-ലധികം കറുത്ത വർഗക്കാരെ വന്ധ്യംകരണം ചെയ്യാണ്. എന്തിനാ? അവര് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായാൽ വീണ്ടും കറുത്ത വർഗക്കാരായ കുട്ടികളുണ്ടാവും, ബുദ്ധിയില്ലാത്ത, കഴിവില്ലാത്ത കുട്ടികളുണ്ടാവും. അതില്ലാതിരിക്കാൻ അവരെ വന്ധ്യംകരണം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ വന്ധ്യംകരണം ചെയ്യല് പേപ്പട്ടികളെ, തെരുവു നായ്ക്കളെ വന്ധ്യംകരണം ചെയ്യാറുണ്ടല്ലേ? അത് തന്നെ വേണോ വേണ്ടേ എന്നുള്ള ഇവിടെ തർക്കാണ്. നമ്മൾ തെരുവു നായ്ക്കൾക്ക് കൊടുക്കുന്ന ആ വില പോലും ചോരയും നീരുമുള്ള മനുഷ്യർക്ക് അവരുടെ തൊലി നിറം കറുത്തുപോയി എന്നതിന്റെ പേരിൽ മാത്രം കൊടുക്കാതിരിക്കുന്ന വംശീയത, അതിന് കപടശാസ്ത്രത്തിന്റെ കുടപിടിച്ചുകൊണ്ട് 60 600 6000 10,000 60,000-ലധികം കറുത്ത വർഗക്കാരെ വന്ധ്യംകരണം ചെയ്തുകൊണ്ട് നിങ്ങളിനി വേണ്ട, കറുത്ത വർഗക്കാര് വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് ഇവരുടെ വംശീയത എത്തി. അതുകൊണ്ടും അവസാനിച്ചില്ല. ഇത് അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് പിന്നീട് ഈ സിദ്ധാന്തം കടമെടുക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായി നമ്മൾ വായിക്കുന്ന സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ ആണ്. അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹം ജൂതന്മാരെയും അതുപോലെ തന്നെ കറുത്ത വർഗക്കാരെയുമെല്ലാം കൂട്ടക്കൊല ചെയ്യാൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ മെയിൻ കാഫിൽ പറയുന്ന ന്യായം ഈ യൂജനിക്സ് തന്നെയാണ്. ഈ ഒരു തരത്തിൽ കപടശാസ്ത്രം ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒരു തരത്തിലേക്ക് എത്തിച്ചു. എന്നാൽ പിന്നീട് നമുക്കറിയാം, മാൽക്കം എക്സിനെ പോലെയുള്ള ആളുകൾ ഒരുപാട് കറുത്ത വർഗക്കാർക്ക് വേണ്ടിയുള്ള, അവരുടെ വിമോചനത്തിന് വേണ്ടിയുള്ള ഒരുപാട് പോരാട്ടങ്ങൾ ചരിത്രത്തിൽ നമ്മൾ വായിച്ചവരാണ്. അങ്ങനെ അത്തരം പോരാട്ടങ്ങൾ സംഭവിച്ചുകൊണ്ട് ഈ ഒരു വംശീയത, കറുത്ത വർഗക്കാർക്കെതിരെയുള്ള വംശീയത പതിയെ സമൂഹത്തിൽ, പാശ്ചാത്യ ലോകത്ത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് വീണ്ടും ഒരു പ്രശ്നം പ്രത്യക്ഷപ്പെടുകയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1994 അമേരിക്കയിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. ആ പുസ്തകത്തിന്റെ പേര് ദ ബെൽ കർവ് എന്നാണ്. റിച്ചാർഡ് ഹെറിൻസ്റ്റണും അതുപോലെ തന്നെ ചാൾസ് മുറേ എന്ന് പറയുന്ന 2 വ്യക്തികൾ അവർ ഈ ബെൽ കർവ് എന്ന് പറയുന്ന പുസ്തകം എഴുതി. എന്താണ് ആ പുസ്തകത്തിലുള്ളത്? നേരത്തെ പറഞ്ഞ കറുത്തവർക്ക് ബുദ്ധി കുറവാണ്, അവർക്ക് IQ കുറവാണ്, അവർക്ക് ചിന്താശേഷി കുറവാണ്, അവർക്ക് കഴിവുകൾ കുറവാണ് എന്നുള്ള തരത്തിലുള്ള ഈ കപടശാസ്ത്രങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട്, ഈ ചവറുകൾ ക്രോഡീകരിച്ചുകൊണ്ട് വീണ്ടും 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വീണ്ടും ഈ വംശീയമായ ഈ കാര്യങ്ങൾ ഉയർത്തിവിട്ടുകൊണ്ട് ചാൾസ് മുറേ എന്ന് പറയുന്ന ഈ വ്യക്തി ബെൽ കർവ് എന്ന് പറയുന്ന പുസ്തകവുമായി രംഗത്ത് വരികയാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അമേരിക്കയിലുള്ള പൊതുജനം അതിനെ തള്ളിക്കളഞ്ഞു. അവിടെയുള്ള അക്കാദമിക ലോകവും ശാസ്ത്ര ലോകവും അദ്ദേഹത്തിനെതിരെ വളരെ കൃത്യമായി കൊണ്ട് തന്നെ നിലകൊണ്ടു. ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഈ ചാൾസ് മുറേ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വംശീയത കൊണ്ട് അദ്ദേഹം ഒറ്റപ്പെട്ടു. ഏതുവരെ ചോദിച്ചാൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ ചാൾസ് മുറേ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വംശീയവാദി പിരിഞ്ഞു പോവുക എന്ന പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ടാണ്. വംശീയവാദി പിരിഞ്ഞു പോവുക എന്ന പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് ചാൾസ് മുറേ എന്ന് പറയുന്ന ഈ വംശീയവാദിയെ സ്വീകരിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ. ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ട എല്ലാവരാലും തള്ളിക്കളഞ്ഞ ഈ വംശീയവാദിക്ക് കൊടിപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണയുമായി വേറെ ചില ആളുകൾ രംഗത്ത് വരികയാണ്. ആരാന്നറിയോ? മറ്റാരുമല്ല, ലോകത്തെ തന്നെ ആഗോളതലത്തിലെ തന്നെ നവനാസ്തികരുടെ കുതിരപ്പടയാളികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, 4 ഹോഴ്സ്മെൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരിചയപ്പെടുത്തുന്ന സാക്ഷാൽ സാം ഹാരിസ് എന്ന് പറയുന്ന ആഗോള നിരീശ്വരവാദികളുടെ പടത്തലവനായി അവർ തന്നെ പരിചയപ്പെടുത്തുന്ന സാക്ഷാൽ സാം ഹാരിസ്, അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റിലേക്ക് ഈ വ്യക്തിയെ ക്ഷണിക്കുകയാണ്.
ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹവുമായി 2.25 മണിക്കൂറിലധികം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ ചാൾസ് മുറെ പറഞ്ഞ കാര്യങ്ങളാണ് ശരി, ഇത് ശാസ്ത്രീയമായി ശരിയാണ്, ഇതിനെ ഗണ്ണിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാൾസ് മുറെ എന്ന് പറയുന്ന പൊതുസമൂഹം തള്ളിക്കളഞ്ഞ ഈ വംശീയവാദിയെ ഉയർത്തിക്കൊണ്ടുവരുന്നത്, അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് സാക്ഷാൽ നിരീശ്വരവാദികളുടെ ആഗോള അപ്പോസ്തലന്മാർ നേരിട്ടാണ് എന്നുള്ളതാണ് വസ്തുത. ഏതുവരെ ചോദിച്ചാൽ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം, അദ്ദേഹം പറയുന്നതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം നിങ്ങൾ കേട്ടോളൂ. Unfortunately for Murray, what we have here is a set of nested taboos. Human intelligence itself is a taboo topic. People don't want to hear that intelligence is a real thing and that some people have more of it than others. People don't want to hear this. And they certainly don't want to hear that average IQ differs across races and ethnic groups. Now, for better or worse, these are all facts. In fact, there is almost nothing in psychological science for which there is more evidence than these claims. അദ്ദേഹം പറയുന്നത് കറുത്ത വർഗക്കാർക്ക് ബുദ്ധി കുറവാണ്, അവർക്ക് ചിന്താശേഷി കുറവാണ് എന്ന് പറയുന്ന ചാൾസ് മുറെ പറഞ്ഞ കാര്യങ്ങൾ അതാണ് വസ്തുത, അതാണ് ശാസ്ത്രം. അത് ഈ ആളുകൾ ജനങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും അതാണ് വസ്തുത എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായ വംശീയവാദത്തിന് കൊടിപിടിക്കുകയാണ് ആഗോള നിരീശ്വരവാദികളുടെ അപ്പോസ്തലന്മാർ. ഇത് പക്ഷേ സമൂഹത്തിൽ വല്ലാതൊന്നും സ്വീകരിക്കപ്പെടൂല, കറുത്ത വർഗക്കാരെ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ. പക്ഷേ അതിന് ഇവര് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ്, വംശീയതക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് നവനാസ്തികരായ ആളുകൾ. അതിനവർ ചെയ്തതെന്ന് വെച്ചാൽ അമേരിക്കയിലേക്കൊക്കെ അടിമകളായി കടത്തപ്പെട്ട കറുത്ത വർഗക്കാരിൽ തന്നെ വലിയൊരു ശതമാനം മുസ്ലിങ്ങളാണ്. ഇവരുടെ വംശീയതയുടെ ഇരകളായി ഇന്ന് ഏറ്റവും കൂടുതൽ ഇരകളായിരിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. ഈ നമുക്കറിയാം റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ആളുകൾ അവർ നടത്തിയ ട്വീറ്റുകൾ നമ്മൾ വായിച്ചതാണ്. ഇറാഖ് യുദ്ധ കാലഘട്ടത്തിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോലും ആഗോള നാസ്തികരുടെ മറ്റൊരു കുതിരപ്പടയാളിയായ ക്രിസ്റ്റഫർ ഹിച്ചിൻസ് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ നമ്മൾ വായിച്ചതാണ്. ഈ സാം ഹാരിസും ഒട്ടും മോശമല്ല. അദ്ദേഹം പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ വി ഷുഡ് പ്രൊഫൈൽ ഓൾ മുസ്ലിംസ് ആൻഡ് ദോസ് ഹു കൺസീവബ്ലി ലുക്ക് ലൈക്ക് എ മുസ്ലിം. മുസ്ലിങ്ങളെ മാത്രമല്ല, മുസ്ലിങ്ങളാണെന്ന് തോന്നുന്നവരെ പോലും നമ്മൾ പ്രൊഫൈൽ ചെയ്യണം, അവരെ ഗവൺമെന്റ് നിരീക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. സാം ഹാരിസ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് തീവ്രവാദമായിട്ടല്ല, ഇസ്ലാമിനെതിരെ തന്നെയാണ് എന്നാണ്. ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും ശരിയാണ്, ഞങ്ങൾ ഇസ്ലാമിനെ എതിർക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് അങ്ങനെ വംശീയതയൊന്നുമില്ല, മുസ്ലിങ്ങളോട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ചില ആളുകളെങ്കിലും പറയും. പക്ഷേ അല്ല സഹോദരന്മാരെ, ഇവർ പറയുന്ന വംശീയത എത്രത്തോളം ചോദിച്ചാൽ ഒരു ഉദാഹരണം മാത്രം, ഒരുപാടുണ്ട്, ഒരു ഉദാഹരണം മാത്രം നിങ്ങൾ കേട്ടോളൂ. ഇവർ പറയുന്നത് എന്താ ചോദിച്ചാൽ ഈ സാം ഹാരിസ് തന്നെ പറഞ്ഞത് മുസ്ലിങ്ങളെ കൊണ്ടൊരു കാര്യമില്ല ഈ സമൂഹത്തിൽ, ഇവരെന്തിനാ സമൂഹത്തിൽ എന്നാണ് ചോദിക്കുന്നത്. കേട്ടോളൂ. What is the fucking point of having more Muslims in your society? It seems perfectly rational to say we don't want any more. We have enough, right? And certainly increasing the percentage is not a help to anyone who loves freedom of speech and anything else, that any of the other liberal values that you and I just spoke. അപ്പോൾ മുസ്ലിങ്ങളെ നമുക്ക് ഈ സമൂഹത്തിൽ ഇനി വേണ്ട, അവർ സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് എന്നാണ് ഇങ്ങനെ പച്ചയായ വംശീയത മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നവർ. ഈ മാനവികതയാണോ ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? എല്ലാവരും ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ് എന്ന് പറയുന്ന ഉന്നതമായ മാനവിക കാഴ്ചപ്പാടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ വംശീയതയിലേക്കാണോ ഞങ്ങൾ വരേണ്ടത്? ഇതുകൊണ്ട് അവസാനിച്ചില്ല. നമുക്കറിയാം ഇസ്രയേൽ ഫലസ്തീനിൽ നടത്തുന്ന ക്രൂരതകൾ. ഒരൽപ്പം മാനവികത, ഒരൽപ്പം മനുഷ്യത്വം ഹൃദയത്തിൽ എവിടെയെങ്കിലും ഉള്ളവർ അതിനെ ന്യായീകരിക്കുമോ? ഒരൽപ്പം മാനവികതയുള്ളവർ ന്യായീകരിക്കോ? പക്ഷേ ഇല്ല സഹോദരന്മാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെപ്പോഴും ആലോചിച്ചെന്താ അറിയോ? ഇസ്രയേൽ ഫലസ്തീനിൽ ക്രൂരതകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങളാണല്ലോ, അവിടെ കൊന്നൊടുക്കപ്പെടുന്നത് ചത്തൊടുങ്ങുന്നത് മുസ്ലിങ്ങളാണല്ലോ എന്ന ചിന്ത കൊണ്ട് മാത്രം അതിനെപ്പോലും ന്യായീകരിക്കുന്നവർ. ഇവര് പറഞ്ഞത് ഇസ്രയേലിനെ വിമർശിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല എന്നാണ്. ഈ പറഞ്ഞ സാം ഹാരിസിനെ പോലെയുള്ള ആളുകൾ
പക്ഷെ ഇത് പറയുമ്പം വേറെ ചില നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കും, ആയിക്കോട്ടെ പാശ്ചാത്യൻ യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ വംശീയതൊക്കെ ഉള്ളത് ശരിയാണ്, പക്ഷേ കേരളത്തിൽ അങ്ങനെയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ? കേരളത്തിൽ അങ്ങനെയൊക്കെ ഇസ്രായേലിനെ ന്യായീകരിക്കുക അങ്ങനൊന്നും കേരളത്തിൽ എത്തിയിട്ടുണ്ടാവൂല എന്നെങ്കിലും വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സഹോദരന്മാരെ നിങ്ങൾ കണ്ടോളൂ, യാതൊരു മാറ്റവും ഇല്ല. ഈ വംശീയത അതേപടി ഈച്ച കോപ്പിയടിച്ചുകൊണ്ട് മലയാളത്തിലേക്ക് അവതരിപ്പിക്കുകയാണ് കേരളത്തിൽ നവനാസ്തികരായ ആളുകൾ. അതിന്റെ ചെറിയ ഒരു ഉദാഹരണം മാത്രം നിങ്ങൾ കണ്ടോളൂ. ഹാരിസിന്റെ അടുത്ത് വന്നൊരു എസ്സേ, why don't I criticize Israel? You can take the points. First one, he say, the discourse in Muslim world about Jews is utterly shocking. Not only there is a Holocaust denial, there is a Holocaust denial that then assert that we will do it for real if we are given a chance. മുസ്ലിം ലോകത്ത് ഉണ്ടായ ഒരു ചിന്താഗതി, അവർ ഹോളോകോസ്റ്റ് നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, ഹോളോകോസ്റ്റ് യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല, പക്ഷെ ഒരു അവസരം തരാണെങ്കിൽ ഞങ്ങൾ നടത്താം. യൂതന്മാരുടെ കൂട്ടക്കെല്ലാം നടന്നിട്ടില്ല, പക്ഷെ ഞങ്ങൾക്കൊരു ചാൻസ് തരാമെങ്കിൽ നടത്താം എന്നുള്ള രീതിയിൽ പാഠപുസ്തകങ്ങളിലും മീഡിയയിലും, പലസ്തീനിലെ പാഠപുസ്തകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇസ്രേലികൾക്കെല്ലാം കൊമ്പുകളുണ്ട്. ഇസ്രേലികൾ അവിടെ ഒരുപാട് ക്രൂരതകൾ ചെയ്യുന്നുണ്ട്, അവർക്ക് ഇതിന് ഗത്യന്തരമില്ലാതെ ചെയ്യുന്നതാണ് പലതും. അതിലൊരു കാര്യമാണ് ഹാരിസ് പറയുന്നത്, പലതരം ക്രൂരതകൾ കേട്ടിട്ടുണ്ട്. ഗത്യന്തരമില്ലാതെ ചെയ്യുന്ന ക്രൂരതയെ പറ്റി നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഗത്യന്തരമില്ലാതെ ചെയ്യുന്ന ക്രൂരതകളാണത്രേ. ഏതാ ഗത്യന്തരമില്ലാതെ ചെയ്യുന്ന ക്രൂരത? ഇതാണോ ഗത്യന്തരമില്ലാതെ ചെയ്യുന്ന ക്രൂരത? ഇതാണോ ഗത്യന്തരമില്ലാതെ ചെയ്യുന്ന ക്രൂരത? നിങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇതാണോ ഗത്യന്തരമില്ലാതെ ചെയ്യുന്ന ക്രൂരത? അവിടെ എന്തിനാ ഈ ഇസ്രയേലിനെ പോലും ന്യായീകരിക്കുന്നതെന്നുണ്ടാ? അവിടെ വീഴുന്ന രക്തം അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും, ലോകയുദ്ധ നിയമങ്ങളെ പോലും അട്ടിമറിച്ചുകൊണ്ട്, അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും ബോംബ് വർഷിപ്പിച്ചുകൊണ്ട് അവർ നടത്തുന്ന കിരാതമായ ക്രൂരതകൾ ന്യായീകരിക്കുന്നതിന്റെ പേരില അവിടെ കൊല ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങളാണ്, അവിടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങളാണ് എന്നതിന്റെ പേരിൽ മാത്രം ഇസ്രയേലിനെ പോലും ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ സഹോദരന്മാരെ, ഈ ഇസ്രയേലിനെ ന്യായീകരിക്കുന്ന മാനവികതയുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വേണ്ട. ഇതുകൊണ്ട് അവസാനിച്ചോ? ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി ലോകത്തുള്ള തന്നെ ഏറ്റവും വലിയ ഒരു ലോകത്തിന്റെ നൊമ്പരമായി അവശേഷിക്കുന്ന ഒരു വിഷയമാണ് അഭയാർത്ഥി വിഷയം അല്ലെ? വീടും നാടുമില്ലാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ആ പാവപ്പെട്ട സഹോദരി സഹോദരന്മാർ, അവർ ലോകത്തിന്റെ നൊമ്പരമായി ഇവിടെയുള്ള ജാതി മത ഭേദമന്യേ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആളുകൾ അവരവിടെയും ചിന്തിച്ചത് എന്താ അറിയോ? ഈ അഭയാർത്ഥികളാക്കപ്പെടുന്നവർ അവരിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണല്ലോ. കഷ്ടപ്പെടട്ടെ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അഭയാർത്ഥികളെ പറ്റി പോലും ഇവർ പറയുന്ന വാചകങ്ങൾ എത്രത്തോളം ക്രൂരത നിറഞ്ഞതാണ് എന്നുള്ളത് ഒരു ഉദാഹരണം മാത്രം നിങ്ങൾ കേട്ടോളൂ. സമാധാനവും സന്തോഷവും അല്ലെങ്കിൽ വേണ്ട അതിജീവനത്തെ കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയുള്ള ആളുകളെല്ലാം എങ്ങോട്ടാണ് ഓടുന്നത്? യൂറോപ്പിലേക്ക് പോവുകയാണ്. കാരണം അവിടെ ചെന്നാല് അത്യാവശ്യം ഭക്ഷണവും കിട്ടും സൗജന്യമായിട്ട്. അഭയാർത്ഥികൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും. അവിടുത്തെ പൗരന്മാർക്ക് കിട്ടുന്നതിനുള്ള സൗകര്യങ്ങളാണ് അഭയാർത്ഥികൾക്ക് അവർ കൊടുക്കുന്നത്. അങ്ങനെയാണ് അവരുടെ നിയമം, അതാണ് അവരുടെ കൾച്ചർ. അതുകൊണ്ട് അവിടേക്ക് ആളുകൾ ഓടുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ പ്ലക്കാർഡും പിടിച്ച് നിൽക്കുകയാണ്. എന്താ പ്ലക്കാർഡും പിടിച്ചിരിക്കുന്നത്? ഞങ്ങളെ പേടിക്കണ്ട. പക്ഷെ ആ പ്ലക്കാർഡിന്റെ പിന്നിലും ഉണ്ടാവും ബോംബ് അരയിൽ വെച്ച് കെട്ടിയ സൂത്രക്കാര്. അങ്ങനെയുള്ള അക്രമങ്ങളും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവരെ ഒന്നും ആർക്ക് വേണ്ട? ഇസ്ലാമിന്റെ ലോകത്ത് ആർക്കും വേണ്ട. അതാണ് ഏറ്റവും വലിയ രസം. സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥികളെ സൗദി അറേബ്യക്കാർക്ക് വേണ്ട, അവിടുത്തെ ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ട. ഒരൊറ്റ മുസ്ലിം രാജ്യങ്ങളും ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം എന്താ? അവർക്ക് വേണ്ട. കയറ്റം കൊള്ളാത്തവരാണെന്ന് അവർക്കറിയാം. കയറ്റാൻ കൊള്ളാത്തവരാണ്. ആരെക്കുറിച്ചാ നിങ്ങൾ ഈ പറഞ്ഞത്? അതിന്റെ ഇടയിൽ വേറൊരു നുണയും. ഇസ്ലാമിക രാജ്യങ്ങളൊന്നും അഭയാർത്ഥികൾക്ക് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല. സൗദി അറേബ്യ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഖുർആൻ വായിച്ചാൽ മനസ്സിലാവൂല, അത് ഇവിടെ തെളിഞ്ഞു. ഹദീസ് നിങ്ങൾക്ക് തിരിയേയില്ല. അറബിക് കിതാബുകളുടെ കഥ ഇവിടെ മനസ്സിലായി.
ആകെ നിങ്ങൾ പിന്നെ ശാസ്ത്രത്തിന്റെ കഥ പറയണ്ട, അത് നിങ്ങൾക്ക് തിരിയുന്ന പ്രശ്നമേ ഇല്ല. ആകെ നിങ്ങൾ വായിക്കുന്നത് പത്രമല്ലേ, അതെങ്കിലും മര്യാദക്ക് വായിച്ചോളൂ അല്ലേ? സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അഭയാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ, അവര് അഭയാർത്ഥികളായിട്ട് പോലും അല്ല, പൗരന്മാരായിക്കൊണ്ട സൗദി അറേബ്യ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മക്കയിലും മദീനയിലുമുള്ള മക്കയിലും മദീനയിലുമുള്ള കാര്യങ്ങൾ പോലും റോഹിംഗ്യൻ അഭയാർത്ഥികളാണെന്നുള്ള വാർത്തകൾ, ഒരുപാട് കാര്യങ്ങൾ പോലും റോഹിംഗ്യൻ അഭയാർത്ഥികളാണെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കൂടാതെ മില്യൺ കണക്കിന് ഡോളറുകളാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഈ അഭയാർത്ഥി വിഷയത്തിൽ അവർക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ഇതൊക്കെ നിഷേധിച്ചെന്നാണോ പറയാം. അതെന്തോ ആയിക്കോട്ടെ, ഇവർ പറയുന്നത് കയറ്റാൻ കൊള്ളാത്തവരാണ്, ഭീകരവാദിയല്ല എന്ന് പ്ലക്കാർഡും പിടിച്ചു നടക്കും, എന്നിട്ട് അരയിൽ ബോംബും കൊണ്ട് നടക്കും. ആരെ കുറിച്ചാ നിങ്ങൾ ഈ പറയുന്നത്? ഇവരെ കുറിച്ചാണോ? ഈ പാവപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കയറ്റാൻ കൊള്ളാത്തവരെന്ന്? ഈ പാവങ്ങളെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? എന്ത് ന്യായമാ നിങ്ങൾക്കുള്ളത്? അവർ മുസ്ലിങ്ങളാണ് എന്നല്ലാതെ, അവർ മുസ്ലിമായി പോയി എന്നതിന്റെ പേരിലല്ലാതെ എന്ത് ന്യായമാണ് നിങ്ങൾക്ക് ഈ ആളുകളെ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്? ഈ വംശീയത പേറുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വംശീയത ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്ന് തന്നെ പറയാനുള്ളൂ അല്ലെ. ഏതുവരെ ചോദിച്ചാൽ നമുക്കറിയാം, ഇന്ത്യയിൽ ഉത്തരേന്ത്യയിലൊക്കെ ദളിതുകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഭയാനകമായ ഒരു ഉദാഹരണമായിരുന്നു ഉത്തരേന്ത്യയിൽ ഒരു മുസ്ലിമായ ഒരു വ്യക്തി, അദ്ദേഹത്തിന് പച്ചയായി കത്തിക്കപ്പെട്ടു, കരിച്ചു കൊന്നു വർഗീയവാദികളായ ആളുകൾ. അതിന്റെ വീഡിയോകൾ നമ്മൾ കണ്ടതാണ്, അതിന്റെ വാർത്തകൾ നമ്മൾ വായിച്ചതാണ്. അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ വർഗീയതക്കെതിരെ, ഈ ആളുകൾക്കെതിരെ എല്ലാവരും ശബ്ദിച്ചു. ഇവിടെയുള്ള രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരും അവർക്ക് വേണ്ടി നിലകൊണ്ടു. പക്ഷേ അവിടെയും ഈ ആളുകൾക്ക് അവരുടെ വംശീയതയായിരുന്നു. ഈ സംഭവം നടന്നതിന്റെ, ഒരു മുസ്ലിമിനെ പച്ചക്ക് കത്തിച്ചു കൊന്നതിന്റെ അടുത്ത ദിവസം ഈ ആളുകൾ ഇട്ട കമന്റ്, മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാം. മുസ്ലിങ്ങൾ മനുഷ്യരാവാത്തതിന്റെ പ്രശ്നമാണ്. ഒന്ന് നോക്കണം. ഇതുകൊണ്ട് അവസാനിച്ച് നമുക്കറിയാം, കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഹാദിയ വിഷയം. ഒരു പ്രായപൂർത്തിയായ ഒരു സ്ത്രീ അവർക്കിഷ്ടപ്പെട്ട ഒരു വിശ്വാസം സ്വീകരിക്കുന്നു. അതിനുവേണ്ടി ഇവിടെയുള്ള രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരും അവർക്ക് വേണ്ടി നിലകൊണ്ടു. പക്ഷേ അവിടെയും ഇവർ കോടിയത് ഇവരുടെ മനസ്സിലെ ചീഞ്ഞളിഞ്ഞ വംശീയതയാണ്. അതാണ് പറഞ്ഞത്, അഖിലയായിരുന്നപ്പോൾ ഒരു സ്വതന്ത്ര മനുഷ്യ വ്യക്തിയായിരുന്നു. ഹാദിയന്റെ പഴയ പേരാണ് അഖില. അപ്പോ ഒരു സ്വതന്ത്ര മനുഷ്യ വ്യക്തിയായിരുന്നു. പിന്നെ ഹാദിയായപ്പോ എന്താ സംഭവിച്ചത്? അവൾ ഹാദിയ ആയതോടെ മറ്റൊരാൾക്ക് തുണിയിൽ പൊതിഞ്ഞു കൊണ്ടു നടക്കാനുള്ള വെറും ഒരു ശരീരം മാത്രമായി ചുരുങ്ങി. ഇപ്പൊ ഹാദിയ ആയതോടുകൂടി മനുഷ്യനല്ലാതായി. മറ്റൊരാളുടെ സ്വകാര്യ സ്വത്താണിന്നവൾ. പിന്നീട് പറയാം, ഇരിക്കട്ടോ, തിരിച്ചു വീണ്ടും അഖിലയായാൽ മനുഷ്യനാവാം. അപ്പോ അഖില ഹാദിയായി, അതായത് മുസ്ലിമായി. അപ്പൊ എന്തായി? മനുഷ്യനല്ലാതായി. തിരിച്ചു വീണ്ടും അഖിലയായാൽ, അതായത് മുസ്ലിം അല്ലാതായാൽ മനുഷ്യനാവാം. അതായത് മുസ്ലിം ആയാൽ മനുഷ്യനായി കണക്കാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പച്ചയായി പ്രഖ്യാപിക്കുന്ന ഈ വംശീയവാദം, ഇതാണോ നിങ്ങളുടെ മാനവികത? ഇതിനെയാണോ എല്ലാവരും ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണെന്ന് പറയുന്ന അത്ര ഉന്നതമായ മാനവിക സങ്കല്പങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ വംശീയവാദത്തിന്റെ, ഈ വർഗീയവാദത്തിന്റെ പിന്നാലെയാണോ ഞങ്ങൾ വരേണ്ടത്? ഏതുവരെ ചോദിച്ചാൽ സാക്ഷാൽ വർഗീയ ഫാസിസ്റ്റുകളായി പോലും വേദി പങ്കിടാൻ പോലും ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവരങ്ങോട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ഇവരിങ്ങോട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നല്ല ഐക്യ. എന്തേ കാരണം? വർഗീയ ഫാസിസ്റ്റുകൾ അവര് ഇല്ലായ്മ ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്, ഇവർക്ക് ഇല്ലായ്മ ചെയ്യേണ്ടതും മുസ്ലിങ്ങളാണ്. നല്ല ഐക്യമാണ്. ഈ അവസ്ഥയിലേക്ക് വരെ ഈ വംശീയവാദം പേറുന്ന ആളുകൾ അവർ മാനവികത സംസാരിച്ചു വരുമ്പോൾ പരിഹസിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാൻ പറയാനല്ല, എന്തിനാണ് സാധിക്കുക അല്ലേ? ഏതുവരെ ചോദിച്ചാൽ പാശ്ചാത്യ ലോകത്തുള്ള വംശീയതക്ക് അതേപടി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ
പാശ്ചാത്യ ലോകത്ത് നമുക്കറിയാം, അവിടെ കറുത്തവർ ഒരുപാട് പീഡനങ്ങളെ ഏറ്റുവാങ്ങിയവരാണ്, ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള തൊഴിൽ സ്ഥാപനങ്ങളിലും അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അവർക്ക് അഫർമേഷനുകളുണ്ട്, സംവരണങ്ങളുണ്ട്. ഇവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുക. കറുത്ത വർഗ്ഗക്കാർക്ക് സംവരണം വേണ്ട, കറുത്ത വർഗ്ഗക്കാർക്കുള്ള സംവരണങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അവിടെ കുത്തിത്തിരിപ്പുണ്ടായിക്കൊണ്ടിരിക്കുക. ആ സാധനം, ആ വംശീയവാദം അതേപടി ഈച്ചക്കോപ്പി അടിച്ച് ഇവിടെയുള്ള ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംവരണത്തെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള സവർണ ഫാസിസ്റ്റുകളോട് ചേർന്ന് നിന്നുകൊണ്ട് ദളിതുകൾക്ക് വേണ്ടിയുള്ള സംവരണത്തെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള സവർണ യുക്തിവാദികൾ. അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടു ഇസ്ലാമിന്റെ മാനവിക സങ്കല്പം പറയുന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടി, അപരവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഇസ്ലാമിന്റെ മാനവിക സങ്കല്പമെങ്കിൽ ഈ സവർണ യുക്തിവാദികൾക്കെതിരെ സംവരണ വിഷയത്തിലും അല്ലാത്ത വിഷയങ്ങളിലുമെല്ലാം ഇവിടെയുള്ള ദളിത് കമ്മ്യൂണിറ്റിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ സവർണ യുക്തിവാദികൾക്കെതിരെ പോരാടാൻ മുസ്ലിങ്ങൾ തയ്യാറാകണം. മുസ്ലിങ്ങൾ നമ്മുടെ ബാധ്യതയായി അത് ഏറ്റെടുക്കണം എന്നുകൂടിയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞു വന്നത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെ മക്കൾ. നമ്മൾക്കറിയാം, പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് ഒരു അനുചരൻ ഒരു ചൂടായപ്പം അറിയാതെ മറ്റൊരു അനുചരനെ കറുത്തവന്റെ മകനെ എന്ന് വിളിച്ചുപോയി. അപ്പോ പ്രവാചകൻ പറഞ്ഞത്, നിന്നിൽ ജാഹിലിയത്തിന്റെ അംശം ബാക്കിയുണ്ട് എന്നാണ്. ആ പറഞ്ഞ മാനവികതയാണ് ഞങ്ങൾക്ക് നെഞ്ചേറ്റാനുള്ളത്. തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും വെളുത്തവന് കറുത്തവനേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ, അറബിക്കനറബിയേക്കാളോ, അനറബിക്കറബിയേക്കാളോ യാതൊരുവിധ ശ്രേഷ്ഠതയുമില്ല എന്ന് പ്രഖ്യാപിച്ച ആ മാനവികത നെഞ്ചേറ്റുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പോലെയുള്ള ശാസ്ത്രത്തിൽ പൊതിഞ്ഞ വർണ്ണവിവേചനവും വെറുപ്പിൽ പൊതിഞ്ഞ വർഗീയതയും മുസ്ലിം വിരോധവും ദളിത് വിരോധവും കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ മാനവികത അത് നെഞ്ചേറ്റുവാൻ, അത് പിൻപറ്റുവാൻ തൽക്കാലം ഞങ്ങൾക്ക് സൗകര്യമില്ല. ഉന്നതമായ മാനവിക സങ്കല്പത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, തികച്ചും എക്സ്ക്ലൂസീവായ ചില മേഖലകളിലേക്ക് കൂടി നമ്മൾ അനിവാര്യമായും പോകേണ്ടതുണ്ട്. തിരൂരിൽ വെച്ച് പ്രമാണങ്ങളിൽ ഇവർ നടത്തുന്ന തിരിമറികളെ വളരെ നല്ല രീതിയിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് മദ്യപിച്ചു എന്ന് ഇവർ എഴുതി വെച്ചതിൻ്റെ രേഖ വളരെ കൃത്യമായി നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ തോറ്റത് ശത്രുപക്ഷത്തെ സ്ത്രീകളുടെ കണങ്കാലിന്റെ സൗന്ദര്യം കണ്ട് അതിൻ്റെ പിന്നാലെ ഓടിയതിൻ്റെ പേരിലായിരുന്നു എന്നതിനെ വളരെ കണിശമായി കിതാബുകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അവരെ ഓടിപ്പോയ ആ രംഗത്തെ സംബന്ധിച്ച് പറയുന്നത് മിസ്കോട്ട് ചെയ്തുകൊണ്ട് ഉദ്ധരിച്ച ഭാഗങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. പ്രവാചകൻ ഒരു തോട്ടത്തിൽ വെച്ച് ഒരു സ്ത്രീയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ആ സ്ത്രീ പ്രവാചകനെ ആട്ടിയോടിച്ചു എന്നൊക്കെ പ്രചരിപ്പിച്ചതിന്റെ വസ്തുതകളെ, തസവ്വജ, പ്രവാചകൻ കല്യാണം കഴിച്ച സ്ത്രീയായിരുന്നു അത് എന്നും ആ സ്ത്രീയുടെ വീടിനരികത്ത് വെച്ച് തന്നെയായിരുന്നു സംഭവമെന്നും അവരുടെ പിതാവ് ഉണ്ടായിരുന്നുവെന്നും പിന്നീട് താനാ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഹുദിഅതു, ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു, എന്നോട് അങ്ങനെയൊക്കെ ചില ആളുകൾ ഇടപെടാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രവാചകന്റെ കൈ തട്ടിമാറ്റിയതായിരുന്നു എന്ന അടക്കമുള്ള വിശദാംശങ്ങൾ, വളരെ കൃത്യമായ തെളിവുകൾ ഉന്നയിച്ചുകൊണ്ട് ഇവരുടെ വാദഗതികളെ നമ്മൾ വ്യക്തമായി പൊളിച്ചടുക്കിയിരുന്നു. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ത്രീന്റെ അടുത്ത് നിരന്തരം പോകാറുണ്ടായിരുന്നു എന്ന് പ്രചരിപ്പിക്കുന്നവരോട് അത് പ്രവാചക തിരുമേനിയെ പോറ്റിയിരുന്ന, പ്രവാചകന് ഭക്ഷണം കൊടുത്തിരുന്ന, പ്രവാചകനെ എടുത്തു വളർത്തിയിരുന്ന പ്രവാചകന്റെ പോറ്റുമ്മയായിരുന്നു, ഉമ്മൈമനായിരുന്നു എന്നതടക്കമുള്ള തെളിവുകൾ വിശദമായി പറഞ്ഞ കാര്യങ്ങളെ ഏതാനും സെക്കൻഡുകളിലേക്ക് മിനിറ്റുകളിലേക്ക് ഞാൻ ഇവിടെ ചുരുക്കി പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെയൊക്കെ പ്രതികരണം കേട്ടോ? ഇതുപോലത്തെ ആളുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും ആ പ്രഭാഷണത്തിലെ ചില പോയിന്റുകൾ മനസ്സിൽ ക്ലിക്കാവുകയും അടുത്ത ദിവസം മുതൽക്ക് ഞാൻ നിസ്കരിക്കണില്ല എന്ന് പറയുകയും വലിയ യുദ്ധം പ്രഖ്യാപിച്ച് സ്വതന്ത്ര ചിന്തയുടെ ആളായി മതത്തിന്റെയും വിശ്വാസങ്ങളുടെയും കട്ടറില്ലാത്ത ചിന്തയാണെൻ്റെതെന്ന് പ്രഖ്യാപിക്കുകയും അത് സ്റ്റാറ്റസ് ആക്കുകയും ഒക്കെ ചെയ്യുന്നവർ
അവർക്ക് പോകാനുള്ള ലോകത്തെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നത് നന്നായിരിക്കും.